ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിലുറപ്പ് മേറ്റുമാരെ കൂലി വരും എന്നുള്ള വീഡിയോ മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, കുറേ നാളുകളായിട്ടുള്ള പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കേന്ദ്ര സർക്കാർ, അതായത് കേരള സർക്കാരിന് നൽകിയ ഡീറ്റെയിൽസാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സൈറ്റിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളാണ്. അതായത് ഫണ്ട് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് PDF ഒക്കെ ഇതിൽ കയറ്റുന്നതാണ്. അപ്പോൾ സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം 184 കോടിയോളം രൂപ കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടുണ്ട്. അതായത് മേറ്റുമാരെ കൂലി ഉൾപ്പെടുന്ന മെറ്റീരിയൽ ഇനത്തിലുള്ള തുകയാണ് അനുവദിച്ചിരിക്കുന്നത്. അതായത് മെറ്റീരിയൽ ഫണ്ട് എന്ന് പറയുന്നത് അതായത് മേറ്റുമാരെ കൂലിയും അതോടൊപ്പം തന്നെ വിവിധ തരം സാധന സാമഗ്രികളുടെ പണവും അതേമാതിരി വിദഗ്ധ കൂലിയുമാണ്. അതായത് മേറ്റുമാരെ കൂലി എന്ന് പറയുന്നത് സെമി സ്കിൽഡ് ഇനത്തിലാണ് ഉൾപ്പെടുന്നത്. അതേപോലെ തന്നെ മെറ്റീരിയൽ തുകയും കൂലിയും, അതായത് വർക്കേഴ്സിൻ്റെ കൂലിയും ഉൾപ്പെടെയുള്ള തുകയാണ് നിലവിൽ കേരളത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇനി കേരള സർക്കാരിൻ്റെ 25% കൂടി കൂടിയിട്ടുള്ള എമൗണ്ടാണ് റിലീസാക്കുക. അപ്പോൾ 184 കോടി എന്നൊക്കെ പറയുന്നത് ഏകദേശം 220 കോടീൻ്റെ അടുത്തൊക്കെ നിലവിൽ റിലീസാക്കാനുണ്ടാവും. അപ്പോൾ എല്ലാ പഞ്ചായത്തിനും ആവശ്യമായ തുക ലഭ്യമാകും. ഏകദേശം കിട്ടാനുള്ള തുകയുടെ ഒരു 90% അല്ലെങ്കിൽ ഒരു 50% മുകളിലൊക്കെ കിട്ടാനുള്ള പൈസ ലഭിക്കുന്നതാണ്. അപ്പം മേറ്റുമാരെ കൂലിയൊക്കെ മുന്നേ ഉള്ളത് ഒക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നിലവിൽ മേറ്റുമാരെ കൂലിയൊക്കെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് മേറ്റുമാരെ കൂലിക്കും പ്രാധാന്യം നൽകണം, അവർക്ക് വേതനം ലഭ്യമാക്കണം എന്നൊക്കെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തുക റിലീസാക്കുമ്പോൾ മേറ്റുമാരെ കൂലിക്ക് കൂടുതൽ മുൻഗണന ലഭിക്കാനാണ് സാധ്യത. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണം. ഇനി എന്തായിരുന്നാലും പുതിയ മന്ത്രിസഭ, അതായത് കേരള ഭരണം മാറിയിട്ടുണ്ട്. അപ്പം പുതിയ ഭരണം മാറിയതിന് ശേഷമായിരിക്കാം ഇതിൻ്റെ റിലീസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഈ അടുത്ത് തന്നെ ഈ ആഴ്ച തന്നെ പുതിയ മന്ത്രിസഭ കയറും. അത് കഴിഞ്ഞാൽ ഉടനെ ഇതിൻ്റെ റിലീസിങ്ങും അനുബന്ധ നടപടികളും ഉണ്ടാവുമെന്ന് അറിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച അടുത്ത ആഴ്ച നിങ്ങൾക്ക് തുക ലഭ്യമാവും എന്നുള്ള കാര്യം ഉറപ്പിക്കാം. നിലവിൽ കൊടുത്ത പൈസയൊക്കെ എത്രയും പെട്ടെന്ന് റിലീസാക്കി ഇതിൻ്റെ സാക്ഷ്യപത്രം കൊടുത്താൽ മാത്രമേ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുക എത്രയും പെട്ടെന്ന് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ പൈസ റിലീസാക്കി ഇത്ര ദിവസം കൊണ്ട് റിലീസാക്കിയിട്ട് അതിൻ്റെ സാക്ഷ്യപത്രം ലഭ്യമാക്കണമെന്നൊക്കെ ആ കത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താ പറയുക, അത് ലഭ്യമാക്കി എത്രയും പെട്ടെന്ന് അതിൻ്റെ ആൾക്കാരിലേക്ക് എത്തിച്ച് അതിൻ്റെ സാക്ഷ്യപത്രം നൽകുന്നതായിരിക്കും. ഇപ്പോഴൊക്കെ ഫണ്ട് ട്രഷറി വഴി ആക്കിയിട്ടുണ്ട് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ട്രഷറിയിൽ നിന്ന് ഫണ്ട് കിട്ടാൻ ചിലപ്പോൾ 3-4 ദിവസങ്ങളൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളെ തൊഴിലാളികളുടെ കൂലി മാർച്ച് മാസത്തെ മൊത്തം വന്നിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെ കൂലിയും വന്നിട്ടുണ്ടെന്ന്, ആദ്യത്തിലെ കൂലിയൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെ മൊത്തം കൂലിയും വന്നിട്ടുണ്ട്. പിന്നെ ട്രൈബലിൻ്റെ കാര്യമാണ്. അതായത് ട്രൈബൽ പ്ലസ് ഫണ്ട് കുറച്ചും കൂടി ലഭിക്കാനുണ്ട്. അത് ഈ മാസം പുതിയ എന്താ പറയുക, നമ്മളെ ഭരണമാറ്റം ഉള്ളത് കൊണ്ട് തന്നെ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഫണ്ട് റിലീസാക്കാൻ എന്തായാലും ഇപ്പോൾ എന്താ പറയുക, അടുത്ത 15-ൻ്റെ ഉള്ളിലൊക്കെ റെഡിയായി റിലീസാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈബൽ പ്ലസ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അതിൻ്റെ പേയ്മെൻറ്റ് ഡിലേ വരുത്താതെ തന്നെ നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മാസം 15 ഈ മാസം തുക മൊത്തമായിട്ട് ലഭിക്കും. 15-നുള്ളിൽ ലഭിച്ചില്ലെങ്കിലും ഈ മാസത്തിൽ തന്നെ നിങ്ങളുടെ കൂലി മുഴുവനായിട്ട് ലഭിക്കാനാണ് സാധ്യതയുള്ളത്. ST ട്രൈബലിൻ്റെ കാര്യത്തിലാണ് നമ്മളോട് ട്രൈബലിൻ്റെ കാര്യം. ട്രൈബൽ പ്ലസ്, അതായത് 100 തൊഴിൽ ദിനത്തിൽ കൂടുതൽ എടുത്ത തുകയാണ് ഇപ്പോൾ ലഭിക്കാനുള്ളത്. അങ്ങനത്തെ തുകൻ്റെ കാര്യങ്ങളൊക്കെ പലരും നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഈ മാസം അവസാനം എന്ന് പറയില്ല, ഈ മാസം പുതിയ ഭരണസമിതി കയറിയാൽ പിന്നെ അടുത്ത് തന്നെ റിലീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ NMS ആപ്പിനെ പറ്റിയുള്ള സംശയങ്ങളാണ് നമ്മളെ കമൻറ്റിലൊക്കെ പറയുന്നത്. കമൻറ്റിൽ അധികം വരുന്നത് ഇഷ്യൂസ് പലതും ഉണ്ട്. എന്നിരുന്നാൽ പോലും റൂട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഫോണിൽ ഒന്നാമത് ചെയ്യാൻ പറ്റുന്നതാണ് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആണെങ്കിൽ അത് ഡിസേബിൾ ആക്കി കൊടുക്കാം. ഇതെങ്ങനെ ലഭിക്കാം എന്നുള്ളതൊക്കെ സ്ക്രീൻഷോട്ട്സ് ആയത് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി
ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ NMS ആപ്പ് സംബന്ധിച്ച് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇടയ്ക്കിടെ വരുന്ന അപ്ഡേഷനും കാര്യങ്ങളും നിങ്ങളിലേക്ക് യഥാസമയം അറിയിക്കാനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് NMS ആപ്പ് സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് യഥാസമയം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പാണ് അത് നിങ്ങളുടെ നമ്പറൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക ഗ്രൂപ്പിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം അവർ നമുക്ക് ഒരു പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പ് ആട്ടോ, ഫ്രീ ഒന്നല്ല, പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, നല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. നമ്മൾ ഇതിൻ്റെ താഴെ ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പേയ്മെൻറ്റ് സംവിധാനവും നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഗ്രൂപ്പിൽ ടോട്ടലായിട്ട് ഒരു 25 പേരാണെന്നുണ്ട് ഗ്രൂപ്പിലായിട്ടുള്ളത്. നമ്മളൊരു 50 പേരൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 20 പേര് ഓൾറെഡി അത് ഗ്രൂപ്പിൽ പേയ്മെൻറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് അയച്ചവരുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഒരു 50 പേരൊക്കെ മതി എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. മാക്സിമം നല്ല ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകാനൊക്കെ ആൾക്കാർ കുറഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് മറുപടി ലഭ്യമാക്കാൻ സാധിക്കും. ആൾക്കാരുടെ എണ്ണം കൂടിയാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. എന്നിരുന്നാൽ പോലും കുറഞ്ഞ ആൾക്കാർക്കും കൂടി ജോയിൻ ചെയ്യാം. ഏതായിരുന്നാലും നോക്കാം. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, നല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഞാൻ അതിൻ്റെ മെസ്സേജ് അയക്കുന്നതാണ്. പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. പേയ്മെൻറ്റ് കാര്യങ്ങൾ കേട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ലിങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി, പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്നുള്ള കാര്യം അറിയിക്കുന്നു. പിന്നെ NMS ആപ്പ് സംബന്ധിച്ച് റൂട്ടഡ് ഡിവൈസ് എന്ന് കാണിക്കുന്ന നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഡിസേബിൾ ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യണം എന്നുള്ള അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം നമ്മൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മസ്റ്റോൾ ചില ആളുകളുടെ ഫോട്ടോ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ EKYC ചെയ്യാൻ തീരെ കിട്ടാത്ത ആളുകളാണെങ്കിൽ അതിന് വേറെ ഓപ്ഷൻ ഉണ്ട്. അതായത് EKYC തീരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്കിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ ഈ വ്യക്തികളുടെ മാത്രം നിങ്ങൾക്ക് EKYC ചെയ്യാതെ തന്നെ അറ്റൻഡൻസ് ലഭ്യമാക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ NMS അല്ലാത്ത രീതിയിൽ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ട്, ചിലരൊക്കെ കണ്ണ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് EKYC, അതായത് പല പ്രത്യേകത കണ്ണിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കണ്ണ് ചുമ്പാനൊക്കെ പ്രയാസമുള്ള ആളുകൾക്കൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്കിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് അവരെ എക്സംഷൻ മാടിച്ചു തരും. അവർക്ക് പിന്നെ ഇതേമാതിരി EKYC ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിലവിൽ EKYC ചെയ്ത വ്യക്തിയാണെങ്കിൽ അങ്ങനെ ഒരു ഇത് കിട്ടില്ല. EKYC ചെയ്യാൻ പറ്റാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. അതായത് നിലവിൽ തീരെ EKYC ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് ആർക്കെങ്കിലും പണിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ കണ്ണിൻ്റെ എന്തെങ്കിലും പ്രയാസം കാരണമായിരിക്കും ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് മാത്രം എക്സംഷൻ കിട്ടും. അപ്പോൾ അവരെ ഫോട്ടോ എടുക്കാതെ തന്നെ പ്രസൻറ്റ് കൊടുക്കാനൊക്കെയുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. അപ്പോൾ അറിയാത്തവർക്കാണ് ഈ കാര്യം, അറിയുന്നവരുണ്ടാവും, എന്നാൽ തീരെ അറിയാത്തവർക്കാണ്. ഇങ്ങനെ ആർക്കെങ്കിലും EKYC ചെയ്യാത്തത് കൊണ്ട് പണിയെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം ഈ വീഡിയോ എത്തിക്കുക. അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.